ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല ഗീസ്. നമുക്ക് രാവിലെ ഒരു മെസ്സേജ് വന്ന് കോളേജിലോട്ട് ചെല്ലണമെന്ന്. അപ്പം നമുക്ക് കോളേജിലോട്ട് പോവാം. അതുപോലെ തന്നെ കോളേജിൻ്റെ അപ്പുറത്ത് പോകുന്ന വഴി പടന്നല അമ്പലം വഴി ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റ് കാര്യങ്ങൾ, വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് അതും കയറി ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് പെയ്യ് കറങ്ങി അടിച്ച് വരാം ഗീസ്. എന്തായാലും ഇന്നലെ എക്സാം കഴിഞ്ഞു. ഇനിയും 4-5 മാസത്തോടെ ഉള്ളു ഗീസ് ബിടെക് ലൈഫ് എന്ന് പറയുമ്പോൾ. കോളേജിൽ ചെന്ന് പഠിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 5-6 പേപ്പർ ബാക്കി കിടപ്പുണ്ട്. അത് നമുക്ക് എഴുതി കയറി വരാം. അത് വേറെ കാര്യം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്നാലും എത്ര പെട്ടെന്നാണ് ഒരു 4 വർഷം പോയി കിട്ടിയത്. ഞാനിപ്പം നമ്മുടെ സാരഥി ഉണ്ണിത്താൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ എന്തായാലും പോയി കുളിച്ച് റെഡിയായി നേരെ കോളേജിട്ട് പോയി. അപ്പം നീ നേരെ കോളേജ് ചെന്നിട്ട് കാണാം. ഇത് ബാക്കിയുള്ളവന്മാർക്കെല്ലാം പരീക്ഷ ആണെന്ന് തോന്നുന്നു. തേർഡ് ഇയേഴ്സിന് എക്സാം ഉണ്ട്, പിന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ഉണ്ട്. അതിന് ശേഷം നമുക്കില്ല, നമ്മൾ അത് പാസ്സായി ഗീസ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു S7 രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനും, S7 അല്ല S8 രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ എന്തൊക്കെയോ കോഴ്സ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും, ക്ലാസ് എങ്ങനെ വേണമെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആണ് ഇന്ന് വെച്ചേക്കുന്നതാണ് അറിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും വോയിസ് വന്നത് എന്തുവാണെന്ന് അറിയാം. ആരൊക്കെ വന്നെന്ന് പോലും അറിയത്തില്ല. എന്താണെന്ന് നോക്കാം. നമ്മുടെ കോമൺ മെറർ ഇതുവഴി പോകുന്നവരെല്ലാം ഇവിടെ കയറി ജസ്റ്റ് ഇവിടെ എല്ലാം നേരി എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ബാക്കി ഫ്രണ്ടിലോട്ട് പോകാൻ. നമ്മൾ എന്തായാലും കോളേജിൽ വന്ന് അത്യാവശ്യം എല്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലും പിന്നെ പഠിക്കാനായിട്ടുള്ള തിരക്കിലാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് സപ്ലി രജിസ്റ്റർ ചെയ്യണം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ സപ്ലിയുടെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്യാറ്റ് ലാബിൽ പോയി സപ്ലി കൂടെ നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്തു. S5 സപ്ലി. അപ്പം കോളേജിലെ പരിപാടി ഇത്രയൊക്കെയുള്ളു. കോളേജിൽ നേരെ തിരിച്ചു നമ്മൾ പടനിലത്ത് കയറി. പടനിലത്ത് ഇപ്പോൾ ഫസ്റ്റ് മറ്റേ വൃശ്ചിക മഹോത്സവം പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫെസ്റ്റ് സെറ്റപ്പാണ് ഇവിടെ മൊത്തം കിട്ടിയത്. ഒരു മിനി എന്താണ് പറയുന്നത്, ഓച്ചിറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം. വൈകിട്ട് വന്ന് ഇതെല്ലാം ഓണായിരിക്കും, നല്ല തിരക്കുമായിരിക്കും. നമ്മളിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പുറത്ത് അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഒന്ന് പോയി കയറാൻ കഴിച്ചു. കുറേ നാളായി ജസ്റ്റാണ് ഇതൊക്കെ. അമ്പലത്തിലൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി, അമ്പലത്തിലൊക്കെ പോയി കഴിച്ചിട്ട്. അപ്പോൾ നേരെ ഇനിയും അവിടെ പോയി ഫുഡെല്ലാം കിട്ടുകയും ഇവിടുന്ന് കുറച്ച് ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകാം. ഒരു വൻ സാധനം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗയ്സ്. ആ കുറഞ്ഞ സ്ഥലത്ത് ജൈൻറ്റുകളുണ്ട്, ആകാശത്തൊട്ടിൽ സംതിങ്, ആകാശത്തൊട്ടിൽ എന്ന് പറയുന്നത് ജൈൻറ്റ് വീല്, ഡ്രാഗണ്, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത്, 3D ഷോയ്. അത്യാവശ്യം പിള്ളേരായിട്ട് വന്നാൽ രാത്രി വൈകുന്നേരം കൂടെ ഫുള്ള് തിരക്കായിരിക്കും. നമുക്കൊരു ദിവസം വൈകുന്നേരം കൂടെ വരാൻ ഗയ്സ്. ഒരു മിനി ഓച്ചിറ എന്ന് പറയാം. ആളുകൾക്ക് ശേഷം അങ്ങനെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം കുറേ കടകൾ കാര്യങ്ങളെല്ലാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കുമുണ്ട് അമ്പലത്തിൽ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു സ്കൂളുണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിലെ തിരക്കും കുട്ടികളുടെ ബ്രേക്കായിരുന്നു ഞങ്ങൾ പോയ ആ സമയത്ത്. പോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കുട്ടികൾക്ക് ബ്രേക്ക്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വേറൊരു ക്യൂ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. കാര്യം പറയാൻ വിട്ടു ഗയ്സ്, നമ്മൾ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോയില്ലേ, മറ്റേ സപ്താഹം സെറ്റപ്പ്. എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കി. ഞങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും പുറകെ വരെ ക്യൂ. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്നിട്ട് പുറകിലോട്ട് നടക്കാതെ ഒരു ആൻറ്റി പറഞ്ഞു, മോനെ വാ ഫ്രണ്ടിൽ നിന്ന് ആദ്യം നിങ്ങൾ യൂണിഫോം ഇട്ടേക്കല്ലേ ക്ലാസ്സിന് പോകേണ്ടതെന്ന് പറഞ്ഞു. ആ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ഞങ്ങൾ ഒരു ക്യൂവിൽ നിന്നില്ല. നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ട്. കിട്ടില്ല നാട്ടുകാർ പറയുമ്പോൾ ആർക്കും ഒരു വിരോധമില്ല, പിള്ളേരല്ലേ കഴിച്ചോടെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറിയിട്ട് നല്ല സൂപ്പർ ഫുഡും കഴിച്ച് എല്ലാം സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ഉടനെ വീഡിയോസ് ഇനിയും ഇതുപോലെ വരുന്നതായിരിക്കും. ഫോളോ ചെയ്ത് വെച്ചു. ഫോളോ അല്ല, സബ്സ്ക്രൈബ്.